ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായാലേ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പം ഞാൻ എന്നും ചെയ്യുന്ന വീഡിയോൻ്റെ ഇതിന് വെറൈറ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് കണ്ടിന്യൂഷൻസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ആക്കണേ. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു ടോപ്പിക്ക് മാത്രമല്ല, എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്നെപ്പോലെ ഇതുപോലുള്ള അനുഭവങ്ങൾ അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു +1 +2 സമയം മുതലേ എനിക്ക് അലർജിയുടെ പ്രോബ്ലം ഉണ്ട്. ഇത് അലർജിയുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നല്ല തുമ്മലാണ്. അപ്പോൾ ആ സമയത്ത് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചപ്പോൾ സിട്രസിൻ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ കഴിക്കും, അതങ്ങ് മാറും, കുറച്ച് നാളത്തേക്ക് വരത്തില്ല. പിന്നെ വരുമ്പം അങ്ങ് സ്വന്തമായിട്ട് അങ്ങ് മെഡിസിൻ എടുത്ത് സിട്രസിൻ തന്നെ കഴിക്കും. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2.5 വർഷത്തിന് മുൻപ് ദുബായിലേക്ക് പോയപ്പോൾ ആ സമയത്തും എനിക്ക് ഇതേപോലെ തന്നെ തുമ്മലുകൾ കാര്യങ്ങളൊക്കെ വന്ന് ഞാനൊരു നവംബർ മാസത്തിലാണ് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ തുമ്മൽ കൂടി കൂടി സിട്രസിൻ കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശരീരത്ത് ഈ പുഴുവൊക്കെ ആട്ടുമ്പോഴോ അല്ലെങ്കിൽ ചെറുതനം തട്ടുമ്പോഴൊക്കെ ഉള്ളൊരു അവസ്ഥ ഉണ്ടാവില്ലേ, അതായത് ഇങ്ങനെ ചുമന്ന് തടിക്കുമല്ലോ, അങ്ങനെ ആ ഒരു അവസ്ഥയായിരുന്നു. എൻ്റെ ശരീരം മുഴുവൻ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ നവംബറിൽ പോയി. ആ വർഷം തന്നെ ഡിസംബറിൽ ഞങ്ങൾ ഫാമിലി ഫുള്ള് ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് നാട്ടിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്രത്തോളം എമർജൻസി ആയതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിലോ കാര്യങ്ങളോ ഒന്നും പോകാൻ പറ്റിയില്ല. അപ്പം നമ്മളുടെ ഒരു ആവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് ദുബായിലേക്ക് തന്നെ തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ചുമന്ന് തടിക്കുന്ന എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ അങ്ങ് ചൊറിയാൻ തുടങ്ങി. അതായത് നല്ല രീതിയിൽ ചൊറിഞ്ഞിട്ട് അത് പൊട്ടുന്നില്ല, പക്ഷെ അങ്ങ് പൊങ്ങി ഇങ്ങനെ വന്ന് ഒരു വല്ലാത്തൊരവസ്ഥയായി. അതിനിടയ്ക്ക് എനിക്കൊന്ന് പനി അടിച്ചപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്ത്, നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ മെഡിസിൻസ് എല്ലാം കൊണ്ടുപോകുന്ന സ്ഥിരം പരിപാടിയാണല്ലോ. അപ്പം മെഡിസിൻ കൊണ്ടുപോയി ഞാനൊന്നൊരു ഡോളോ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഗുളിക കഴിച്ച് ഒരു അന്ന് പ്രശ്നമൊന്നുമില്ല. അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് എൻ്റെ നെഞ്ചിൽ എന്തോ ഒരു തറഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നബിച്ച ഇതേപോലെ എൻ്റെ നെഞ്ചത്ത് ആ ഗുളിക ഇപ്പോഴും ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് പറ്റുന്നില്ല, അങ്ങോട്ടും പോകുന്നില്ല ഇങ്ങോട്ടും പോകുന്നില്ല, ആ ഒരവസ്ഥ. അപ്പം അതുപോലെ തന്നെ ഫുഡ് കഴിച്ചാൽ എനിക്ക് ഈ നെഞ്ചിന് താഴോട്ട് ആ ഫുഡ് പോവില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഫുഡ് കഴിച്ചിട്ട് നേരെ എനിക്കാണെങ്കിൽ എങ്ങനെയും അങ്ങ് ഛർദ്ദിച്ച് കളയാണ്. ഞാൻ നേരെ അണ്ണാക്കിൽ കൈയിടുന്നു, ഇത് ഛർദ്ദിച്ച് കളയുന്നു. അപ്പോൾ എനിക്കൊരു ഇച്ചിരി നേരത്തേക്ക് ആശ്വാസം കിട്ടും. റിപ്പീറ്റ് ചെയ്ത് തന്നെ, കാരണം നെഞ്ചിൽ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എന്താ അവസ്ഥയെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, നമ്മൾ അവിടെ ഒരു ദുബായിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ കുറച്ച് മെഡിസിൻസ് തന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ആവി പിടിക്കാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തന്നു. എനിക്കതങ്ങ് മാറി. നമ്മുടെ അവിടെ ഒരു പ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ ഏകദേശം 10,000 രൂപയോളം അന്ന് ഒറ്റ ട്രിപ്പിന് നമുക്കായി. അങ്ങനെയുള്ള അവിടെ അങ്ങനെ ആണല്ലോ. അത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ മെഡിസിൻ്റെ ഒരു എഫക്റ്റ് അങ്ങോട്ട് വിട്ടു തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഇതേ പ്രശ്നം തുടങ്ങി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നാട്ടിൽ നമുക്ക് പുനലൂർ ഹോസ്പിറ്റലിൽ നമ്മുടെ ഡോക്ടർ അഞ്ജു നായർ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഞാൻ ഓൺലൈൻ വഴി കൺസൾട്ട് ചെയ്തു, മമ്മിയെ വിട്ട്. അങ്ങനെ പുള്ളിക്കാരി ഇരിക്കുന്നിടത്ത് പോയി കണ്ട് അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മമ്മിയോട് പറഞ്ഞു. ഡോക്ടറിനെ ഞാൻ വീഡിയോ കോളിൽ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതേപോലെ ഇവിടെ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തു, എനിക്ക് കുറവില്ല. അപ്പം ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഫുഡിൻ്റെ അലർജിയാണ്, അങ്ങനെ ആവാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ ഒരു 3 മാസത്തേക്ക് നോൺ വെജ് ഐറ്റംസ് ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല. സ്ട്രിക്ട്ലി പറഞ്ഞു, നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല. അതിൻ്റെ കൂടെ ഇത് മോൺട്രാൽ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റാണ്. ആ ടാബ്ലറ്റ് എന്നിട്ട് പറഞ്ഞു, ഈ ടാബ്ലറ്റും കഴിക്കുക, അപ്പം മാറിക്കോളും എന്ന് പറഞ്ഞു. ഞാനൊരു 2.5 മാസം 3 മാസത്തോളം കണ്ടിന്യൂസ് ഈ ടാബ്ലറ്റ് കഴിച്ചു. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നവർ എനിക്ക് ആരുടെ കയ്യിൽ ആ സമയത്ത് എനിക്ക് ടാബ്ലറ്റ് കൊടുത്തു. ഞാൻ ഈ ടാബ്ലറ്റ് കഴിച്ചു. 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, എനിക്ക് യാതൊരു മാറ്റവും ഇല്ല. കാരണം ഞാൻ ഈ മെഡിസിൻ്റെ കൂടെ ഈ നോൺ വെജ് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എനിക്ക് ഈ പ്രശ്നമുണ്ട്. മെഡിസിൻ കഴിക്കുമ്പോൾ പ്രോബ്ലം ഇല്ല, മെഡിസിൻ ഞാൻ നിർത്തി നോക്കും കുറയുന്നുണ്ടോയെന്ന്. അപ്പോഴും ഞാൻ നോൺ വെജ് കഴിക്കുന്നില്ല, അപ്പോഴും എനിക്ക് ഇതേ പ്രശ്നം തന്നെയാണ് അനുഭവപ്പെടുന്നത്.
അങ്ങനെ ഏകദേശം ഒരു 2 വർഷം ഇങ്ങനെ പോയി. ഞാൻ പിന്നെ ഇടയ്ക്ക് മേഡത്തിനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഏറ്റവും വലിയൊരു പൊട്ടബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ സെയിം മെഡിസിൻ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ സ്വന്തമായിട്ട് അങ്ങ് ട്രീറ്റ് ചെയ്ത് വരുന്നവരോട് പോകുന്നവരോടെല്ലാം നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഈ ഗുളിക ഇത് തന്നെ വെച്ചിട്ട് ഞാൻ ഈ ഗുളികകൾ എടുക്കും, കൊണ്ടുവരും, ഒന്നര വെട്ട് കഴിക്കും. അങ്ങനെ ഒരു 2 വർഷം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഓഗസ്റ്റിൽ നിന്ന് പറയാൻ വരട്ടെ, അതിന് മുമ്പ് അവിടെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചപ്പോൾ ഈ ഗുളിക ഇങ്ങനെ കഴിക്കുന്നതിനൊരു അർത്ഥമില്ലല്ലോ എന്ന് വെച്ചിട്ട് അവിടെ എനിക്ക് തോന്നുന്നു ആസ്റ്റർ, തുമ്പ, അങ്ങനെ കുറേ വലിയ വലിയ ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ ഒക്കെ ഞാൻ പോയി. അവിടെ എല്ലാം ഞാൻ പോയിട്ടും എനിക്ക് ഒരു മാറ്റമില്ല, വെറുതെ മെഡിസിൻ കഴിക്കാന്നുള്ളത്. അപ്പം മെഡിസിനെക്കാട്ടിലൊക്കെ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് ഈ 5 ഡോക്ടർ തന്ന മെഡിസിൻ തന്നെയാണ്. അപ്പം ഞാൻ എന്താക്കി, വീണ്ടും കണ്ടിന്യൂസ് അത് തന്നെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിക്കാൻ തുടങ്ങി, എങ്ങനെയൊക്കെയോ ഇങ്ങനെ പോക്കി. ഇപ്പം നമ്മൾ ഓഗസ്റ്റിൽ നാട്ടിൽ വന്ന സമയത്ത് 5 ഡോക്ടറിനെ വീണ്ടും കൺസൾട്ട് ചെയ്യാൻ വേണ്ടി നോക്കാമെന്ന് വെച്ചപ്പം ഡോക്ടർ പുനലൂരിൽ നിന്ന് മാറി നെടുമങ്ങാട് ഏതോ ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളപ്പോൾ ഇങ്ങനെ കുറേ സ്കിൻ ഡോക്ടേഴ്സിനെ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇതേപോലെ മെഡിസിറ്റിയിലൊരു ഡോക്ടറുണ്ട്, ഡോക്ടറിൻ്റെ പേരിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല, പുള്ളിക്കാരനെ ഒന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, ഡോക്ടറിനെ കണ്ട് ഇതേപോലെ പറഞ്ഞു നമ്മളിതേപോലെ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നമുക്ക് ദുബായിക്ക് തിരിച്ചു പോകണം, അപ്പം അതനുസരിച്ചുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറിനെ കണ്ടു, നമ്മൾ തിരിച്ചു പോകുന്നെന്ന് പറഞ്ഞു. തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസത്തേക്കുള്ള മെഡിസിൻ നമ്മൾ എടുത്തു. അങ്ങനെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നമ്മൾ ദുബായിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ ഞാൻ ഏകദേശം 1 മാസം ഈ മെഡിസിൻ കഴിച്ചു. അപ്പം ഈ ഡോക്ടറിനെ ചെന്ന് കണ്ട സമയത്ത് ഡോക്ടർ പറഞ്ഞു ഫുഡിൻ്റെ അലർജി തന്നെ ആയിരിക്കും, പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, എന്ത് അലർജിയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒരുപാട് ടെസ്റ്റുകൾ ഇങ്ങനെ ചെയ്ത് പോയെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഫുഡിൻ്റെ ടെസ്റ്റ് ചെയ്യണം, അതിന് ഏകദേശം ഒരു 10-43 ഫുഡിനൊക്കെ അതിനകത്ത് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം എൻ്റെ പെട്ടെന്ന് മൈൻഡെന്ന് പറഞ്ഞാൽ ഇപ്പം നോൺ വെജുകളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് അതിനകത്ത് പ്രശ്നം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനത്തിൽ അത് കഴിക്കാമല്ലോ. അപ്പോൾ ബാക്കിയുള്ളത് നോക്കിയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ 43 ടെസ്റ്റുകൾ ഞാൻ ചെയ്തു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അതിലൊന്നും ഒരു പ്രശ്നമില്ല. 43 ഫുഡിനകത്തും എനിക്ക് ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനകത്തെല്ലാം നോർമലാണ്. പക്ഷേ അപ്പോൾ ഡോക്ടറിൻ്റെ ഒരു അനുഭവം പറഞ്ഞു, ഡോക്ടറിന് ഗോതമ്പിൻ്റെ അലർജി ഉണ്ട്, അത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ എന്തുവാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മെഡിസിനുമായിട്ട് ഞാൻ ദുബായിക്ക് പോയി. 1 മാസം ഞാൻ ഈ മെഡിസിൻ കഴിച്ചപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് വെച്ചാൽ ഞാൻ ഈ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ വണ്ണം വയ്ക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇനി സ്റ്റീറോയിഡ് കണ്ടന്റ് ആണോ ഇല്ലയോ എന്നൊന്നും അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ പേഴ്സണലി ഞാൻ കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞ് വീണ്ടും ഇതേ എമർജൻസി പോലെ തന്നെ നമുക്ക് വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നു. ഞാനും മോനും കൂടെ തിരിച്ച് നാട്ടിൽ പോരുന്നു കഴിഞ്ഞു. ഞങ്ങൾ ഒരു നവംബറിൽ ഞങ്ങൾ നാട്ടിൽ തിരിച്ചു വന്നു. നവംബർ 5-ാം തീയതി ഞങ്ങൾ നാട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ടും എനിക്ക് ഇതേ പ്രശ്നങ്ങൾ തന്നെയുണ്ട്. അപ്പോഴും ഞാൻ എന്ത് ചെയ്തു, ഈ മെഡിസിറ്റിയിലെ മെഡിസിൻ തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ സ്ട്രിക്റ്റായിട്ട് ഞാൻ സ്വയം തീരുമാനിച്ചു 5 ഡോക്ടറിനെ കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. കാരണം എനിക്ക് ആ ഡോക്ടറിനെ കണ്ടേ പറ്റത്തുള്ളൂ. എനിക്ക് ആ ഡോക്ടറിൻ്റെ ഒരു വിശ്വാസമുണ്ട്. പക്ഷേ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ഞങ്ങളെ എത്ര ശ്രമിച്ചിട്ടും അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മളിങ്ങനെ കൊല്ലം സൈഡിൽ കിടക്കുന്നവർ എന്ത് വിശ്വസിച്ച് ഒരു ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റും? ഡോക്ടർ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഇവിടുന്ന് മെനക്കെട്ട് അവിടെ ചെന്നിട്ട് ഡോക്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ അന്നത്തെ ഒരു ദിവസം തന്നെ നമുക്ക് വേസ്റ്റാണ്. അപ്പോൾ ഇവരെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് ഒരു വിധത്തിൽ ഹോസ്പിറ്റലിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ ഇടയ്ക്ക് വരെ ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ റീസൺ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഡോക്ടറിനെ കാണാൻ പറ്റാഞ്ഞതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കറൻലി ഒരു 1-1.5 ആഴ്ചയ്ക്ക് മുമ്പ് എനിക്കിതുവരെ പിന്നെ ഞാൻ ഹോസ്പിറ്റലിലൊന്നും പോയില്ല. പക്ഷേ ഇപ്പോൾ ഈ 1.5 ആഴ്ചയ്ക്ക് മുൻപ് എനിക്ക് പെട്ടെന്ന് നിന്ന നിപ്പിൽ ഒരു ശ്വാസം മുട്ട് ഫീൽ ചെയ്തു. ശ്വാസം മുട്ടെന്ന് പറഞ്ഞാലും പോരാ, ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് പിടിച്ചാൽ കിട്ടത്തില്ല, അതുപോലൊരു പ്രശ്നമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ബോഡിയിൽ ചൊറിച്ചിലും ഈ നെഞ്ചിൻ്റെ തടച്ചിലും അത്തരം പണ്ടത്തെ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെ ശ്വാസം മുട്ടലും കൂടെ ആയപ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ.
എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യ. ഡോക്ടറിനെ കാണാൻ പറ്റുന്നില്ല, എനിക്ക് മെഡിസിനും എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ വീടിനടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പനിയും കൂടെ കയറി അടിച്ചു. അങ്ങനെ ഞാൻ എന്തോ ചെയ്ത് നമ്മുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറിനെ കണ്ട് ഇതേപോലെ ശ്വാസം മുട്ടലാന്ന് പറഞ്ഞു. എനിക്കങ്ങനെ ഒരു ഇഞ്ചക്ഷൻ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ എടുത്തോളാൻ പറഞ്ഞു, എടുത്തു. മെഡിസിനും തന്നു. പക്ഷേ എനിക്കിതൊന്നും കഴിച്ചിട്ടൊന്നും അന്ന് ഇഞ്ചക്ഷൻ എടുത്ത ദിവസം എനിക്ക് കുറച്ച് ആശ്വാസം തോന്നി. പക്ഷെ അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും ഒട്ടും പറ്റുന്നില്ല. എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഞാനിങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണെങ്കിൽ ഞാനിങ്ങനെ ഓൺലൈനിലെല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഇത് ആരെ കാണിച്ചാൽ പറ്റും, ഏതാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്കിനി വേണ്ടുന്ന ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഡോക്ടറിനെയാണ്. കാരണം എനിക്ക് എൻ്റെ മൈൻഡിൽ ദൈവമേ ഇനി വല്ല മറ്റെന്തെങ്കിലും അസുഖങ്ങളാണോ, എന്തായിത്തീരും, ഇങ്ങനെ ഗുളികകൾ കഴിച്ചാൽ എന്തായിത്തീരും, അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഡോക്ടറിനെയാണ് എനിക്ക് വേണ്ടുന്നത്. അന്നേരം ഞാൻ എന്താക്കി, ഞാൻ ഇങ്ങനെ ഇരുന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുന്ന വഴിക്ക് എൻ്റെ കൂടെ 10th പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ പേര് വിഷ്ണു എന്നാണ്. അവന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയണം. അവനോട് ഞാൻ പറഞ്ഞേടാ ഇതുപോലെ എനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്ക് സ്കിന്നിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, നിനക്കറിയാവുന്ന ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയോ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞേടി വിജയാസിൽ ഇതേപോലെ ഒരു ഡോക്ടറുണ്ട്, കൊട്ടാരയിലെ വിജയാസിലൊരു ഡോക്ടറുണ്ട്, സ്കിന്നിൻ്റെയാണ്, നീ അവിടെ ഒന്ന് കാണിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ വീണ്ടും എനിക്ക് റെക്കമെൻഡ് ചെയ്ത്, എനിക്കിപ്പോൾ ശ്വാസമുട്ടലിൻ്റെ ഒരു പ്രോബ്ലം അല്ലേ, അപ്പോൾ നീ ഒരു പൾമനോളജി ഡോക്ടറിനെ കാണുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താടാ അങ്ങനെ. അപ്പം പറഞ്ഞു നിനക്ക് ശ്വാസമുട്ടലല്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ റീസൺ കണ്ടുപിടിക്കണ്ടേന്ന് പറഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാനപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ വിജയ ഹോസ്പിറ്റലിൽ തന്നെ ഈ ഡോക്ടറിനെ ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തു. അങ്ങനെ ബുക്ക് ചെയ്തിട്ട് ഞാൻ അടുത്ത ദിവസത്തേക്ക് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തെല്ലാം സെറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് വീണ്ടും എൻ്റെ മമ്മി വഴി വേറൊരു ആൻറ്റി പറഞ്ഞു ഇതേപോലെ നമ്മുടെ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഒരു ഡോക്ടർ പ്രൈവറ്റായിട്ട് നോക്കുന്നുണ്ട്, ഡോക്ടറിനെ ഒന്ന് കണ്ട് സെയിം തന്നെ പൾമനോളജി തന്നെ ഒന്ന് കണ്ടു വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും പപ്പയും കൂടെ ആ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടു. ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഡോക്ടർ പറഞ്ഞു ഇത് പൊടിയുടെ അലർജി ആവാനാണ് ചാൻസ് എന്ന് പറഞ്ഞപ്പോൾ, കാരണം എൻ്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ എനിക്ക് കുറേ ടെസ്റ്റുകൾ തന്നു. അതിനകത്ത് ചെസ്റ്റ് എക്സ്റേ എടുക്കാൻ പറഞ്ഞു, IG ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ബ്ലഡ് ഫുള്ള് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, പിന്നെന്താണ് ഒരു AB എന്തോ സംതിങ്, അത് ഞാൻ ഓർക്കുന്നില്ല കറക്റ്റായിട്ട്. അങ്ങനെ 1-2 ടെസ്റ്റുകളൊക്കെ പറഞ്ഞു. ഞാൻ ഈ ടെസ്റ്റുകളെല്ലാം എടുത്തു, ഡോക്ടറിൻ്റെ അടുത്ത് തിരിച്ച് കൊണ്ടുവന്നു. അന്ന് തന്നെ നമുക്ക് റിസൾട്ടും കാര്യങ്ങളും ഇട്ട്. അതിനകത്ത് ഈ AB അങ്ങനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് അന്ന് കിട്ടില്ല, ആ റിസൾട്ട് അന്ന് കിട്ടില്ല. അത് ഏകദേശം ഒരു 5 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും 6-7 ദിവസം കഴിയുമ്പോഴത്തേക്ക് ലങ്സിൻ്റെ കപ്പാസിറ്റി അറിയാനുള്ള ടെസ്റ്റും കൂടെ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ റിസൾട്ടുകളെല്ലാം ആയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് വന്നപ്പോൾ അതിനകത്ത് IG നമുക്ക് 100 മിനിമം വരേണ്ടടുത്ത് 1674, വീണ്ടും IG എടുത്തപ്പോൾ 1054 അത് കുറഞ്ഞു. ലങ്സിൻ്റെ എക്സ്റേ എടുത്തപ്പോൾ 2 ലങ്സിനകത്തും നിറയെ പൊടിയാണ്. അപ്പോൾ അതിൽ റൈറ്റ് ലങ്സിൽ പൊടി കൂടുതലാണ്. അന്നേരം ഡോക്ടർ പറഞ്ഞ് വേറെ ഒന്നുമല്ല, ഇത് പേടിക്കേണ്ട, പൊടിയുടെ പ്രശ്നമാണ്. പക്ഷേ പേടിക്കേണ്ടെന്നല്ല, അങ്ങേയറ്റം എത്തി എനിക്ക്. അതുകൊണ്ടാണ് എനിക്ക് ശ്വാസം മുട്ടലിൽ വരെ എത്തിയത്. പക്ഷേ മെഡിസിൻ കഴിച്ച് നമുക്കിത് മാറ്റാവുന്നതേ ഉള്ളൂ. കിടക്കുന്ന റൂം പോലും ചൂലെടുത്ത് തൂക്കാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ എടുത്ത്. ഞാൻ ഒരുപാട് വലിച്ചഴിച്ച് കൊണ്ടുവന്നില്ല, ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അപ്പോൾ കിടക്കുന്ന റൂം പോലും ചൂല് വെച്ച് തൂക്കാൻ പാടില്ല. അത്രയ്ക്ക് അത്യാവശ്യമാണ് എന്നൊരു ഘട്ടം കണ്ടു കഴിഞ്ഞാൽ തുടച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അത്രയ്ക്ക് പൊടിയടിക്കാൻ പാടില്ല. കാരണം ഇത് അത്രത്തോളം എൻ്റെ ബോഡിയിൽ കൂടി കഴിഞ്ഞു. എനിക്ക് എന്തൊക്കെയോ റിസൾട്ടിൽ പോസിറ്റീവാണ്. അത് കഴിഞ്ഞ് നമ്മൾ 2ാമത്തെ ചെക്കപ്പിന് ചെന്നപ്പോഴത്തേക്ക് ലങ്സിൻ്റെ കപ്പാസിറ്റി നോക്കി. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അതിനൊന്നും ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇനി 3ാമത്തെ ചെക്കപ്പിന് പോകണം. എന്തായാലും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിനെ വെച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കണ്ടതിൽ വെച്ച് ഞാൻ ആഗ്രഹിച്ചത് വെച്ച് ഒരു ബെസ്റ്റ് ഡോക്ടറിനെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഡോക്ടർ ജോളി എന്നാണ് ഡോക്ടറിൻ്റെ പേര്. പുള്ളി നല്ലൊരു ഡോക്ടറാണ്. എനിക്കിപ്പം പുള്ളിയെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് ആശ്വാസമുണ്ട്. പക്ഷേ ഇനി ഇൻ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല.
പക്ഷെ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഓക്കെയാണ്. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് കാണും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നുമല്ല, ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കുറേയും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്കിതൊരു വീഡിയോ ആയിട്ട് വീണ്ടും ചെയ്യാം. എത്ര പേരിൽ ഇതെത്തും എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. കാരണം എന്നെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര് കാണും. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും. കാരണം ഞാനും എനിക്കിങ്ങനെ ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ ഞാനത് ദൈവമേ ഇനി വലിയ മാരക രോഗം വല്ലതും ആണോ, ഞാൻ സത്യം പറഞ്ഞാൽ ക്യാൻസർ ആണോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം എന്തൊക്കെ എന്തെങ്കിലും ബ്ലഡിൻ്റെ പ്രശ്നമാണോ, ബ്ലഡൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്തൊന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ എൻ്റെ ഒരു അനുഭവമാണിത്. നിങ്ങൾ ആർക്കെങ്കിലും ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടാക്കണം കേട്ടോ.